നമസ്കാരം. ഇന്നത്തെ ഈ പുതിയ വിശകലനത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 16-ാം നൂറ്റാണ്ടിലെ വളരെ പ്രസിദ്ധമായ ഒരു പഴയ ഗ്രന്ഥത്തെക്കുറിച്ചാണ്. ആർബിറ്റൽ ഓൺ ദി മാജിക് ഓഫ് ദി ഏൻഷ്യൻസ്. മാന്ത്രികവിദ്യ അഥവാ മാജിക് എന്നതിനെക്കുറിച്ച് നമുക്കുള്ള ഇന്നത്തെ ധാരണകളെ പാടെ മാറ്റിമറിക്കുന്ന ഒന്നാണിത്. അതെന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊന്നാലോചിച്ച് നോക്കൂ. മാന്ത്രികവിദ്യ എന്നത് ഒരു ഇരുണ്ട കലയല്ല, മറിച്ച് പ്രാർത്ഥനയുടെ ഏറ്റവും ഉദാത്തമായൊരു രൂപമാണെങ്കിലോ? അതെ, കേൾക്കുമ്പോൾ അതിശയം തോന്നാമല്ലേ? ശാസ്ത്രവും മതവും അതുപോലെ നിഗൂഢവിദ്യകളും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പുരാതന കാലത്തെ ആളുകൾ എങ്ങനെയാണ് നോക്കിക്കണ്ടിരുന്നത് എന്നാണ് നമ്മൾ ഇതിലൂടെ അന്വേഷിക്കാൻ പോകുന്നത്. ഇതാണ് ഇന്നത്തെ നമ്മുടെ ഒരു രൂപരേഖ. 1. മാന്ത്രികവിദ്യയുടെ യഥാർത്ഥ അർത്ഥമെന്താണ്? 2. 7 ഒളിമ്പിക് സ്പിരിറ്റുകൾ. 3. ഏറ്റവും വലിയ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്നു. 4. ഭക്തനായ ഒരു മാഗസിന്റെ നിയമങ്ങൾ. ഒടുവിലായി 5. 2 പാതകൾ, നന്മയും തിന്മയും. അപ്പോൾ ഈ പുരാതന ഗ്രന്ഥം അതിന്റെ സിദ്ധാന്തങ്ങളിൽ നിന്ന് പ്രായോഗിക തലങ്ങളിലേക്ക് എങ്ങനെയാണ് വികസിക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. നമുക്ക് ഒന്നാമത്തെ ഭാഗത്തേക്ക് വരാം. മാന്ത്രികവിദ്യയുടെ യഥാർത്ഥ അർത്ഥം. ഇവിടെ രചയിതാവ് പ്രധാനമായും ശ്രമിക്കുന്നത് മാന്ത്രികവിദ്യയുടെ മേലുള്ള ദുർമന്ത്രവാദത്തിന്റെയും പിശാചുസേവയുടെയും കറകൾ മായ്ച്ചു കളയാനും യഥാർത്ഥ മാന്ത്രികവിദ്യയെ വേർതിരിച്ചു നിർത്താനുമാണ്. ഇവിടുത്തെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം എന്താണെന്നോ? മാഗസ് എന്ന വാക്കിന് ഈ ഗ്രന്ഥം നൽകുന്ന അർത്ഥമാണ്. ഒരു മാഗസ് എന്ന് പറഞ്ഞാൽ ഒരു ദുർമന്ത്രവാദിയോ മാന്ത്രികനോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തെ ആരാധിക്കുന്ന, ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞൻ എന്നാണ്. ഈ പേർഷ്യൻ വാക്കിന്റെ അടിസ്ഥാന അർത്ഥം തന്നെ അതാണ്. ഇത് രചയിതാവിന്റെ പ്രധാന ആശയത്തെ വളരെ കൃത്യമായി വരച്ചു കാണിക്കുന്നുണ്ട്. യഥാർത്ഥ മാന്ത്രികവിദ്യ അല്ലെങ്കിൽ ഡിവൈൻ മാജിക് എന്ന് പറയുന്നത് ദൈവത്തെ ആരാധിക്കുന്നതും നക്ഷത്രങ്ങളെക്കുറിച്ച് പഠിക്കുന്നതുമായ പ്രകൃതിശാസ്ത്രത്തിന്റെ ഒരു പെർഫെക്ഷനാണ്. എന്നാൽ മറുഭാഗത്ത് ഡയബോളിക്കൽ സോഴ്സറി അഥവാ ദുർമന്ത്രവാദം എന്ന് പറയുന്നത് പിശാചുക്കളുമായുള്ള കരാറുകളും വിഷപ്രയോഗങ്ങളുമൊക്കെ നിറഞ്ഞ വെറുമൊരു ഭൗതികമായ തട്ടിപ്പും തിന്മയുമാണ്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗത്തേക്ക് കടക്കാം. ദി 7 ഒളിമ്പിക് സ്പിരിറ്റുകൾ അല്ലെങ്കിൽ പ്രാപഞ്ചിക ഭരണ സംവിധാനം. പുരാതന കാലത്ത് ആത്മീയ ഭരണത്തെ ഏതാണ്ട് ഗണിതശാസ്ത്രപരമായി തന്നെ എത്രത്തോളം കൃത്യതയോടെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരുന്നത് എന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് ഈ പ്രപഞ്ചത്തെ ആകെ 186 ഒളിമ്പിക് പ്രവിശ്യകളായിട്ടാണ് അവർ തിരിച്ചിരിക്കുന്നത്. അരാട്രോൺ, ബെദോർ, ഫലേഗ്, ഓക്ക്, ഹാഗെത്ത്, ഒഫിയൽ, ഫുൾ എന്നീ 7 പരമോന്നത സ്പിരിറ്റുകളാണ് ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് അവർ വിശ്വസിച്ചിരുന്നു. മനുഷ്യന്റെ ആയുസ്സ് വർദ്ധിപ്പിക്കുന്നത് മുതൽ ആൽക്കെമി വരെയുള്ള സകല കാര്യങ്ങളും ഇവരുടെ കൺട്രോളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ മുദ്രകളാണ്. ചരിത്രപരമായി ഈ സ്പിരിറ്റുകളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന യഥാർത്ഥ ചിഹ്നങ്ങളാണിവ. ഇതിൽ അരാട്രോൺ എന്ന സ്പിരിറ്റിന് ഏതൊരു വസ്തുവിനെയും കല്ലാക്കി മാറ്റാൻ സാധിക്കുമെന്നും അതുപോലെ ബെഥോറിന് ഒരു മനുഷ്യന്റെ ആയുസ് 700 വർഷം വരെ നീട്ടിക്കൊടുക്കാൻ സാധിക്കുമെന്നും ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ശരിക്കും അത്ഭുതം തന്നെയല്ലേ? ഇനി പൂർണ്ണ ആരോഗ്യവും അതുപോലെ ലോഹങ്ങളെ ശുദ്ധമായ സ്വർണമാക്കി മാറ്റാനുള്ള കഴിവുമാണ് ഒരു മാഗസ് ആഗ്രഹിക്കുന്നതെങ്കിലോ അതിനായി സൂര്യന്റെ പ്രതിനിധിയായ ഓക്ക് എന്ന സ്പിരിറ്റിനെയാണ് വിളിക്കേണ്ടത്. മറുഭാഗത്ത് ചന്ദ്രനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും ജലത്തിലെ സ്പിരിറ്റുകളെയും നിയന്ത്രിക്കുന്നത് ഫുൾ എന്ന സ്പിരിറ്റാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഡിപ്പാർട്ട്മെന്റാണെന്ന് ചുരുക്കം. നമ്മുടെ മൂന്നാമത്തെ ഭാഗം ഏറ്റവും വലിയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നു. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായൊരു ചോദ്യം ഇതായിരിക്കും: ഈ സ്പിരിറ്റുകൾക്ക് ഒരു മാഗസിന് വേണ്ടി യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുക? അതിനു മുൻപ് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം. ആർബിറ്റൽ എന്ന ഈ ഗ്രന്ഥം 7 എന്ന സംഖ്യയുടെ താളത്തിലും അതിന്റെ പവറിലും പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒന്നാണ്. ഭൂമിയിലെയും സ്വർഗത്തിലെയും എല്ലാ രഹസ്യങ്ങളെയും അവർ 7ആയിട്ടാണ് ഇതിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഈ 7 വലിയ രഹസ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വെറും 7 ദിവസം കൊണ്ട് രോഗങ്ങൾ ഭേദമാക്കുക, ആയുസ് കൂട്ടുക തുടങ്ങിയവ മുതൽ ദൈവത്തെ അറിയുക എന്നതുവരെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വെറുതെ കാശുണ്ടാക്കുക അല്ലെങ്കിൽ അത്ഭുതങ്ങൾ കാണിക്കുക എന്നതിലുപരി പ്രപഞ്ചത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ആഴത്തിലുള്ള അറിവ് നേടുക എന്നതാണ് ഈ വലിയ രഹസ്യങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം. ഇനി നാലാമത്തെ ഭാഗം, ഭക്തനായ ഒരു മാഗസിന്റെ നിയമങ്ങൾ. ഇത്രയും കേട്ടപ്പോൾ ഈ രഹസ്യങ്ങൾ സ്വന്തമാക്കാൻ വല്ല കുറുക്കുവഴികളുമുണ്ടോ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ അങ്ങനെയല്ല. ഇതിനുള്ള നിയമങ്ങൾ വളരെ കർശനവും അതുപോലെ അങ്ങേയറ്റം ശുദ്ധിയുള്ളതുമാണ്. ഈ വലിയ ശക്തികളുമായി സുരക്ഷിതമായി ഇടപഴകാൻ ഒരു മാഗസ് വളരെ കർശനമായ ചില തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ദൈവവചനം ധ്യാനിക്കുക, സ്വന്തം കടമകൾ കൃത്യമായി ചെയ്യുക, അയൽക്കാരെ സഹായിക്കുക, പിന്നെ അങ്ങേയറ്റം വിനയവും ഉറച്ച വിശ്വാസവും കാത്തുസൂക്ഷിക്കുക തുടങ്ങി കഠിനാധ്വാനവും പ്രാർത്ഥനയും നിറഞ്ഞതാണ് ഈ പാത. അല്ലാതെ ചുമ്മാതെ കിട്ടില്ല എന്ന് ചുരുക്കം. അതുമാത്രമല്ല,
ഈ ഗ്രന്ഥം നൽകുന്ന വളരെ കർശനമായൊരു മുന്നറിയിപ്പ് എന്താണെന്ന് വെച്ചാൽ, സ്പിരിറ്റുകളുമായി സംവദിക്കാൻ ആഗ്രഹിക്കുന്നവർ പാപങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കണം. നമ്മുടെ ഉള്ളിൽ അല്പം അഹങ്കാരമോ അത്യാഗ്രഹമോ ഉണ്ടെങ്കിൽ അത് പരാജയം മാത്രമല്ല തരുക, മറിച്ച് മിഡാസ് രാജാവിന് സംഭവിച്ചതുപോലെ ദുഷ്ടശക്തികളെ നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ഒടുവിൽ വലിയ നാശത്തിന് കാരണമാവുകയും ചെയ്യും. വളരെ സീരിയസായ കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അഞ്ചാമത്തെയും അവസാനത്തെയും ഭാഗത്തേക്ക് വരികയാണ്. 2 പാതകൾ, നന്മയും തിന്മയും. ഈ ഒരു വിശകലനത്തിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുമ്പോൾ വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള ആത്യന്തികമായ ദാർശനിക വ്യത്യാസവും ഗ്രന്ഥകർത്താവ് തരുന്ന അന്തിമ മുന്നറിയിപ്പുമാണ് നാം കാണുന്നത്. ഏതൊരു സാധകനും ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഒന്നുകിൽ മാലാഖമാരാൽ നയിക്കപ്പെടുന്ന ദൈവീകവും പ്രകൃതിദത്തവുമായ തിയോസഫി എന്ന പാത തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദൈവനിന്ദയും വിനാശവും നിറഞ്ഞ കാക്കോഡെമണി എന്ന അന്ധകാരത്തിലേക്ക് സ്വയം വീഴാം. ഇവിടെ മനുഷ്യർക്ക് വളരെ വ്യക്തമായ ഒരു ചോയ്സാണ് ഈ പുസ്തകം മുന്നോട്ട് വയ്ക്കുന്നത്. എല്ലാത്തിലും ഒരു മിശ്രിതമുണ്ട്. തിന്മയോടൊപ്പം നന്മയും, സത്യത്തോടൊപ്പം അസത്യവും, ശുദ്ധിയോടൊപ്പം അശുദ്ധിയും. ഈ ഒരു ചിന്താഗതി 16-ാം നൂറ്റാണ്ടിലെ ഒരു മാഗസിന്റെ ലോകവീക്ഷണത്തെ വളരെ കൃത്യമായി സംഗ്രഹിക്കുന്ന ഒന്നാണ്. സ്വർഗീയമായ അറിവുകളും ഇരുട്ടിന്റെ പ്രലോഭനങ്ങളും ഒരുപോലെ കൂടിക്കലർന്ന ഒരു പ്രപഞ്ചത്തിലാണ് അവരെന്ന് ജീവിച്ചിരുന്നത് എന്നത് വ്യക്തമാക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ടുകഴിയുമ്പോൾ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ആധുനിക കാലത്ത് ശാസ്ത്രം, മതം, മാന്ത്രികവിദ്യ എന്നിവ തമ്മിലുള്ള അതിർവരമ്പ് യഥാർത്ഥത്തിൽ എവിടെയാണ് കിടക്കുന്നത്? പുരാതനകാലത്തെ ഈ അന്വേഷകർ അവരുടെ ലോകത്തെ എത്രത്തോളം ഗഹനമായാണ് നോക്കിക്കണ്ടിരുന്നത് എന്ന് നമ്മൾ കണ്ടല്ലോ. ഇന്ന് നമ്മൾ വളരെ നിസ്സാരമെന്ന് കരുതുന്ന പല ആധുനിക അറിവുകളും ശാസ്ത്രനേട്ടങ്ങളും ഒരുപക്ഷെ അന്നവർക്ക് അത്ഭുതകരമായ മാന്ത്രികവിദ്യ തന്നെയായിരുന്നില്ലേ? ഈ ഒരു ചിന്തയോടുകൂടി ഇന്നത്തെ ഈ വിശകലനം നമുക്കിവിടെ അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാവരെയും ചിന്തിപ്പിക്കാൻ ഈ ഒരു അവലോകനത്തിന് കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.